സർക്കാരിനെ സംരക്ഷിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ സർക്കാർ വേണ്ടി വാദിക്കുന്നതിനകത്ത് ഒരു കൂട്ടുത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് വേണ്ടി വാദിക്കേണ്ട എന്ന് ഈ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ പൊതുയോഗങ്ങളിലൊക്കെ ഗവൺമെൻറ്റിനെ വളരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആണ് പ്രസംഗിക്കാറ്. ഒരിടത്തും ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചത് എന്താ, ഞാൻ മുഖ്യമന്ത്രിയുടെ നിലവിലുള്ള സ്റ്റാഫിനെ മാറ്റണം എന്നൊന്നും ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയെ വഞ്ചിച്ചതിന് മുഖ്യമന്ത്രി തന്നെ പുറത്താക്കിയ ആളുകളിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യും, രണ്ടുപേരെ എന്തുകൊണ്ട് മാറ്റി നിർത്തും, ഇതുപോലത്തെ സംശയങ്ങളുണ്ടല്ലോ ജനത്തിന്. അപ്പോൾ അത് ദൂരീകരിക്കാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയും, പക്ഷേ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഗണേശൻ രാജിവെച്ചതിന് ശേഷമേ മന്ത്രിസഭയിലേക്ക് വരാൻ താങ്കൾ ആഗ്രഹിച്ചിരുന്നു. പലവട്ടം താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇക്കാര്യത്തിനായി സമീപിച്ചിരുന്നു. അപ്പോൾ ആ ആഗ്രഹം നടക്കാതെ വന്നപ്പോഴാണ് താങ്കൾ ഐ ഗ്രൂപ്പിലേക്ക് മാറിയത് എന്നൊരു വാർത്തയുണ്ട്. കോൺഗ്രസിൽ വന്ന സമയത്ത് താങ്കൾ പറഞ്ഞത് ഞങ്ങളൊക്കെ ചേരിയേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, ഒരു ചേരിയിലുമില്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് ഐ ഗ്രൂപ്പിലേക്ക് വരികയും ഐ ഗ്രൂപ്പിൻ്റെ മനസ്സ് ഏറ്റവും സ്ട്രോങ് ആയി ഇപ്പോൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കെ മുരളീധരനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പല ഭീഷണികളും താങ്കൾ നേരിടുന്നുണ്ട് താങ്കളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. അപ്പോൾ എപ്പോഴെങ്കിലും അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ സമീപിച്ചിട്ടില്ല. അങ്ങനെ സമീപിച്ചത് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് പറയാനും കഴിയില്ല. ഗണേശന് പകരം എന്നെ മന്ത്രിയാക്കണമെന്ന്. ഒന്നാമത് ഗണേശന് പകരം ഒരു ഘടകകക്ഷിയുടെ ഒരു മന്ത്രിസ്ഥാനം ഒഴിവ് വന്നപ്പോൾ അതിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെ കേട്ടണമെന്ന് എന്നെപ്പോലത്തെ ഒരാൾക്ക് അത്രയ്ക്ക് വലിയ ഞാൻ പലതും കണ്ട ഒരാളാണ്. ഓരോരുത്തരുടെ അധികാരം നേരിട്ട് കാണാനും അതൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരാളാണ്. ഉന്നത സ്ഥാനത്തെത്തിയ ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിസഭയിലേക്ക് കയറാനുള്ള ആഗ്രഹമൊന്നും എനിക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, ഞാൻ നിഷേധിച്ചിട്ടില്ല. കാരണം ക്യാബിനറ്റ് ഫോം ചെയ്യുന്ന കാലത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. ഒരു ബൈ ഇലക്ഷനിൽ തോറ്റ്, ചരിത്രത്തിൽ ആദ്യമായി ഒരു ബൈ ഇലക്ഷനിൽ ഒരു മന്ത്രി തോറ്റ് ഇറങ്ങിപ്പോയപ്പോൾ ക്യാബിനറ്റ് ഫോം ചെയ്യുമ്പോൾ ഞാനുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അന്നത്തോടെ ആഗ്രഹം ഞാൻ വിട്ടു. ഇന്ന് എൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് 5 വർഷം MLA ആയി തന്നെ തുടരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പോസ്റ്റ് എനിക്ക് ആവശ്യമില്ല. പക്ഷേ പാർട്ടിയിലെ കാര്യങ്ങൾ ചിലത് കാണുമ്പോൾ, ദോഷങ്ങൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ഭീഷണിയും നേരിടുന്നുണ്ട്. പക്ഷേ ആ ഭീഷണി കൊണ്ടൊന്നും എന്നെ തളർത്താനും സാധ്യമല്ല. ഈ കൂടുതൽ കളിച്ചാൽ വട്ടിയൂർക്കാവിൽ നിന്ന് വടക്കോട്ടേക്ക് പോകേണ്ടി വരും എന്നാണ് താങ്കളുടെ പാർട്ടിയിലുള്ളവർ തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ആശങ്കയുണ്ട്? അതായത് മാർക്സിസ്റ്റ് പാർട്ടി പോലും വട്ടിയൂർക്കാവിൽ പ്രതീക്ഷിക്കുന്നില്ല അടുത്ത ഇലക്ഷനിൽ. അപ്പോൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കും എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ച് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ പറയുന്നൊരു കോൺഗ്രസ്സാണ്. മുരളീധരൻ CPMൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പം എന്താ? അതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. കാരണം ജനങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ജയിക്കും, ജനങ്ങൾ കൈവിട്ടാൽ ഞാൻ തോൽക്കും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ കെട്ടുകെട്ടിക്കുന്നു പറയുമ്പോൾ 3 കൊല്ലത്തിനിടയ്ക്ക് ആരൊക്കെ കെട്ടുകെട്ടുന്ന ആര് കണ്ടു? അപ്പോൾ അതൊന്നും എന്നെ അശേഷം ഭയപ്പെടുത്തുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സ്ഥാനവും വേണ്ട. വട്ടിയൂർക്കാവിൻ്റെ MLA ആയി തുടരുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പാർട്ടിക്കകത്തെ ദോഷങ്ങൾ കാണുമ്പോൾ അത് പരിഹരിക്കണ്ടേ? രാജാവ് നഗ്നനാണെങ്കിൽ നിങ്ങൾ എല്ലാം തികഞ്ഞവനാണ്, പൂർണ്ണ വസ്ത്രധാരിയായി നിൽക്കുന്ന നിങ്ങൾ ഏറ്റവും സൗന്ദര്യവാനാണെന്ന് സ്തുതിഗീതം പാടാൻ കെ കരുണാകരൻ്റെ മകനെ കിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ.